Hello friends, welcome back to my channel Little Beats. നമ്മൾ ഇന്ന് കാരമലൈസ്ഡ് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നോർമലി നമ്മളിത് യൂസ് ചെയ്യുന്നത് കേക്ക്സും പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ്. ഇപ്പോൾ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കാരമലൈസ്ഡ് ഷുഗർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. കൊക്കോ പൗഡർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുണ്ടാക്കിയാലും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ അത് ബാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നല്ലൊരു കട്ടിയുള്ള ഒരു പാൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. കാരണം ഷുഗർ കംപ്ലീറ്റ് മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കട്ടിയില്ലാത്ത പാത്രം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഷുഗർ കരിഞ്ഞു പോയിട്ട് ഇത് ഫെയിലായി പോവും. ഇവിടെ ഞാൻ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൻ്റെ കാര്യം മറക്കണ്ട. ഷുഗർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതേ സമയം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നല്ല കറക്റ്റ് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതായത് എത്രയാണോ നമ്മൾ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ 1/2 പ്ലസ് 2 സ്പൂണും കൂടെ വെള്ളം നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്ന ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1/4 കപ്പ് പ്ലസ് 2 സ്പൂൺ വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ ഷുഗർ ഇപ്പോൾ കംപ്ലീറ്റ് മെൽറ്റായി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചെറുതായിട്ട് ഇത് പതിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് അങ്ങ് ആദ്യം തന്നെ ഒഴിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ബബിൾസ് ഒന്നങ്ങ് കുറയുമ്പോഴാണ് തീ ഓഫ് ചെയ്യേണ്ടത്. കുറേ സമയമൊന്നും ഇളക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 1 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കണം. കാരണം കുറേ ടൈം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഭയങ്കരമായിട്ട് ഇത് കുറുകിപ്പോകും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമ്മൾ കേക്ക്സിലൊക്കെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് കുറുകി വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ നിങ്ങൾ കേക്ക്സിലൊന്നും ആഡ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിലാവാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാവരും പോയി കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്